മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഓടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന് 43 വാക്യങ്ങൾ ഉണ്ട്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന് 43 വാക്യങ്ങളുണ്ട്. ഈ 43 വാക്യങ്ങൾക്കകത്ത് 3 സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാം. 3 ഇൻസിഡൻസുകൾ. ഒന്നാമത്തെ സംഭവം, അതിൻ്റെ 1 മുതലുള്ള വാക്യം വായിക്കുക. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടായിരുന്നു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഓടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. കണ്ടോ, ഒന്നാമത്തെ സംഭവത്തിൽ ആർക്കും അടക്കുവാൻ കഴിയാത്ത, ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മാനസിക രോഗിയായ, ദുരാത്മബാധിതനായ ഒരു ചെറുപ്പക്കാരൻ. രണ്ടാമത്തെ വിഷയം, വാക്യം 25. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. 12 വർഷമായി വീടും വസ്തുവും എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും പല വൈദ്യന്മാരെ കണ്ടിട്ടും ഒട്ടും രോഗത്തിന് ഭേദം വരാത്ത, ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകുന്ന, ശരീരത്തെ ക്ഷയിപ്പിച്ചു കളയുന്ന രക്തസ്രവമുള്ള ഒരു സ്ത്രീ. അവളുടെ വിഷയം, പല ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ടും പല ഡോക്ടേഴ്സിനെ കണ്ടിട്ടും മുതൽ മുഴുവൻ വിറ്റ് ചികിത്സിച്ചിട്ടും അവൾക്ക് സൗഖ്യമുണ്ടായില്ല എന്ന് വചനത്തിൽ കാണുന്നു. മൂന്നാമത്തെ വിഷയം വാക്യം 35-36. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. മൂന്നാമത്തെ സംഭവം, പള്ളിപ്രമാണിക്ക്, ആ മനുഷ്യന് ഒരേ ഒരു പൈതലുണ്ടായിരുന്നു. ആ കുഞ്ഞ് രോഗമായി കിടന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്നു, എൻ്റെ മകളെ സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിച്ചു. എന്നാൽ ചില മണിക്കൂറൂടെ കഴിഞ്ഞപ്പോൾ തൻ്റെ ഭവനത്തിൽ നിന്ന് ആൾക്കാർ വന്നു പറഞ്ഞു, ഇനി പ്രാർത്ഥിക്കണ്ട, ഇനി യേശുവിനെ ശല്യം ചെയ്യണ്ട, ഇനി അപേക്ഷിച്ചിട്ട് കാര്യമില്ല, നിന്റെ കുഞ്ഞ് മരിച്ചുപോയി. ഒന്നാമത്തെ വിഷയം, സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിക്കുന്ന, ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന, ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരൻ. രണ്ടാമത്തെ വിഷയം, മുതലും വസ്തുവും എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും ലോകത്തിലെ ഒരു വൈദ്യശാസ്ത്രത്തിനും ഒരു മെഡിക്കൽ സയൻസിനും സൗഖ്യമാക്കാൻ കഴിയാത്ത രക്തസ്രവക്കാരിയായ സ്ത്രീ. മൂന്നാമത്തെ വിഷയം, രോഗം വന്ന് മരിച്ചുപോയ, അടക്കുവാൻ വെച്ചിരിക്കുന്ന ഒരു ശവശരീരം. നിങ്ങൾ ഈ 3 വിഷയം നോക്കിയേ. ഈ 3 കേസും മനുഷ്യർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതാണ്. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന, സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിക്കുന്ന ഈ ചെറുപ്പക്കാരനെ ആർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും? മുതലും വസ്തുവും എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടാത്ത ഈ സഹോദരിയെ
ഇവളുടെ രോഗത്തെ ഇനി ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും? മരിച്ചിട്ട് അടക്കാൻ പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന ഡെഡ് ബോഡി, ശവശരീരത്തെ ഇനി ആർക്ക് വിടുവിക്കാൻ പറ്റും? മനുഷ്യർക്കാർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, മനുഷ്യർക്കാർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത 3 വിഷയങ്ങൾ. എന്നാൽ ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ കേട്ടുകൊള്ളുക, ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഈ 3 വിഷയവും കൈകാര്യം ചെയ്ത ഒരുവനുണ്ട്. ഈ 3 കേസും എടുത്ത ഒരുവനുണ്ട്. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കാമോ? എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതിനെ, എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിനെ, എനിക്ക് അസാധ്യമായതിനെ ഇന്ന് പകൽ സാധ്യമാക്കുന്ന ഒരു യേശു എനിക്കുണ്ടെന്ന് ഉറപ്പുള്ളവർ കൈകൾ അടിച്ച് ആധരം തുറന്ന് കർത്താവിന് നന്ദി പറ. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന, സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിക്കുന്ന, ആർക്കും അടക്കാൻ കഴിയാത്ത ഈ ചെറുപ്പക്കാരനെ ഒറ്റ നിമിഷം കൊണ്ട് യേശു പുതുതാക്കി തീർത്തില്ലേ? 12 വർഷമായി ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും, 12 വർഷമായി കാണാവുന്ന മുഴുവൻ ഡോക്ടർമാരെ കണ്ടിട്ടും, 12 വർഷമായി സകല ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങിയിട്ടും ഒരു ഇഞ്ച് സൗഖ്യം കിട്ടാത്തവൾ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടപ്പോൾ സൗഖ്യമായില്ലേ? നിനക്ക് അനുഭവം ഉണ്ടോ ഈ കർത്താവിനെ? നിനക്ക് അനുഭവം ഉണ്ടെങ്കിൽ നീ ആരാധിക്കും. അനുഭവം ഇല്ലാത്തവർ ചലിക്കത്തില്ല, അനുഭവം ഇല്ലാത്തവർ മിണ്ടത്തില്ല, അനുഭവമുള്ളവർ അടങ്ങിയിരിക്കത്തില്ല. കാരണം അവർക്കറിയാം എന്റെ ദൈവം എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിനെ കൈകാര്യം ചെയ്യുന്നവനാണെന്ന്. എന്റെ ദൈവം എനിക്ക് അസാധ്യമായതിനെ സാധ്യമാക്കുന്നവനാണെന്ന്. എന്റെ ദൈവം എന്റെ മുമ്പിൽ അടഞ്ഞ വഴികളെ അവൻ തുറക്കുന്നവനാണെന്ന് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, എവിടെ അസാധ്യതകളുണ്ടോ അവിടെ സാധ്യതകൾ കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. എവിടെ ഇംപോസിബിൾ എന്നൊരു വേർഡുണ്ടോ അവിടെ അതിനെ പോസിബിൾ ആക്കുന്ന ഒരു ദൈവമുണ്ട്. കന്യകയായ മറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ അവിവാഹിതയാണ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കും? എങ്ങനെ ഇത് സംഭവിക്കും? ഇതെങ്ങനെ നടക്കും? ഇതെങ്ങനെ നടക്കും? ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുന്ന സകല മനുഷ്യരുടെയും ചോദ്യത്തിന് ഉത്തരമായി ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. ഇരമ്യ 32:27 പറയുന്നു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എവിടെ അസാധ്യതകളുണ്ടോ അവിടെയെല്ലാം സാധ്യതകൾ കൊണ്ടുവരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇനി ശ്രദ്ധിച്ചോ, ഈ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം ഞങ്ങളൊന്ന് ശുശ്രൂഷിക്കാൻ പോവാ. കർത്താവിന്റെ ദാസൻ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കണം. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവർ കടലു കടന്ന് ഗദരദേശത്തെത്തി. അപ്പൊ എത്തി എന്ന് പറയണമെങ്കിൽ അവർ യാത്ര ചെയ്തു. ഈ യാത്ര എവിടെ തുടങ്ങി? ഇത് എപ്പോഴാണ് ഇത് ആരംഭിച്ചേ? 35-ാം വാക്യം 4-ാം അധ്യായം. അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു,
എഴുന്നേൽക്ക്, അക്കരയ്ക്ക് പോകാം. അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി എന്തോ പദ്ധതി അതിനകത്തുണ്ടെന്ന്. പക്ഷെ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ല, എന്തിനാ പോകുന്നതെന്നും പറഞ്ഞില്ല, ഈ വിളിച്ചതിന്റെ ഉദ്ദേശം എന്നാന്ന് പറഞ്ഞില്ല. പക്ഷേ അവര് വിളി കേട്ട് എഴുന്നേറ്റു. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി വന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, കർത്താവിന്റെ വിളി കേട്ട് പാരമ്പര്യം വിട്ടിറങ്ങിയവർ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, വിളി കേട്ട നമുക്ക് ഒരു പക്ഷെ എന്തിനാ വിളിച്ചെന്ന് അറിയത്തില്ലേലും വിളിച്ചവൻ അറിയാം എവിടെ എത്തിക്കണമെന്ന്. ഒന്നുകൂടെ പറയാ, വിളി കേട്ടിറങ്ങിയവന് ഈ പോക്ക് എങ്ങോട്ടാന്ന് അറിഞ്ഞൂടെങ്കിലും ഇന്ന് പകൽ നിന്നെ വിളിച്ച ദൈവം വഴിയിൽ നിന്നെ ചതിക്കത്തില്ലെന്ന് ഞാൻ ഉറപ്പ് പറയാം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർ ശബ്ദം ഉയർത്തി ഈ വാക്കിന് കരഘോഷം ഉയർത്തും? എന്നെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു. അവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കും. എന്നെ വിളിച്ചവൻ വിശ്വസ്തന. ഹലോ, അയ്യോ ഞാൻ പാരമ്പര്യം വിട്ടിറങ്ങി, എന്റെ പള്ളി വിട്ടിറങ്ങി, എന്റെ സംഘടന വിട്ടിറങ്ങി, എന്റെ കുടുംബക്കാർ, എന്റെ വീട്ടുകാർ. അയ്യോയ്യോ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്നെ ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. എങ്ങോട്ട് പോകണം? കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. കൊണ്ടോട്ടിയെന്നും കൊയിലാണ്ടിയെന്നും കൊട്ടാരക്കരയെന്നും കന്യാകുമാരിയെന്നും കാശ്മീരെന്നും കാസർഗോഡെന്നും ഒക്കെ ഒരു പക്ഷേ അബ്രഹാം കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആദ്യമായിട്ട് കേൾക്കുക, കാണിക്കാനിരിക്കുന്ന സ്ഥലം. ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട്, ഒരു ടാക്സി വിളിച്ചിട്ട് ദൈവം എന്നെ കാണിക്കാനിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വിടാൻ പറഞ്ഞാൽ അവിടെ ഇറക്കി വിടും പുള്ളി. അവിടെ ആ നിൽക്കുന്നിടത്ത്. അതേത് സ്ഥല? അബ്രഹാം ഇറങ്ങി തിരിച്ചപ്പോ പല ചോദ്യങ്ങൾ വന്നു കാണും. അബ്രഹാമേ, ദൈവം പറഞ്ഞത് കേട്ട് നീ ഇങ്ങനെ ഇറങ്ങിപ്പോയാ എങ്ങോട്ടാ പോന്നേ, എന്തിനാ പോന്നേന്നൊന്നും അറിയാതെ ഈ വിളിയും കേട്ട് ഇനി ഇറങ്ങി വന്ന നിന്റെ ഭാവി എന്നാകും? നിന്റെ ജീവിതം എന്നാകും? അബ്രഹാമിനെ ഒന്ന് ശ്രദ്ധിക്കണം. എങ്ങോട്ടാ പോന്നേന്ന് അവൻ അറിയത്തില്ല, എന്തിനാ പോന്നേന്നും അറിയത്തില്ല. ഒരുപക്ഷെ പലരും ചോദിച്ചു കാണും. എന്റെ ഭാവനയിൽ ഞാൻ പറയാ, ഇങ്ങനെ പോയാൽ നിന്റെ മകൻ ഇസഹാക്കിന്റെ കല്യാണം ഏത് പള്ളിയിൽ വെച്ച് നടത്തും? നീ മരിച്ചാൽ നിന്നെ എവിടെ കുഴിച്ചിടും? ഇങ്ങനെ പോയാൽ നീ എവിടെ എത്തും? നിന്റെ കൂടെ ആര് കാണും? അബ്രഹാം പറഞ്ഞു കാണും, എന്നെ മരിച്ചാൽ എവിടെ അടക്കും എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ എവിടെ എത്തും എന്ന് എനിക്കറിയാം. ഇന്ന് പകലിൽ ചിലരെ എവിടെ അടക്കുമെന്ന് അവർക്കറിയാം, പക്ഷെ എവിടെ എത്തുമെന്ന് അവർക്കറിയത്തില്ല. ആ ഉറപ്പ് ലഭിച്ച ദൈവമക്കൾ, നിത്യതയുടെ ഉറപ്പ് ലഭിച്ചവർ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അബ്രഹാമിന് ഒറ്റ കാര്യം അറിയത്തുള്ളൂ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. എത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്തിക്കും. എഴുന്നേൽക്കാം, നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോ എവിടേക്കാ പോന്നേന്ന് ചോദിക്കാൻ തുനിഞ്ഞില്ല. അവർക്കറിയാം കർത്താവ് വിളിച്ചവന്റെ അകത്തൊരു പ്ലാൻ ഉണ്ടെന്ന്. ഇന്ന് പകൽ ദൈവം എന്നോട് ഇടപെട്ട സന്ദേശം എത്ര ശക്തമാ! ദൈവത്തിന്റെ ശാന്തത. എവിടെങ്കിലും ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നെങ്കിൽ, ദൈവം കൊയറ്റായിട്ട് നിൽക്കുന്നെങ്കിൽ, അവൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാവോ? ഹല്ലേലൂയ. ശ്രദ്ധിക്കാം, ഇവർ കടല് കടന്ന് ഗദരദേശത്തെത്തി. പക്ഷേ ഈ യാത്ര എന്നാ ദുർഘടമായിരുന്നെന്നറിയോ? കാറ്റടിച്ച് മറിച്ച് തിരമാലകൾ അടിച്ചു പൊങ്ങി അവർക്കവിടെ എത്താൻ പറ്റത്തില്ലെന്നുള്ള സിറ്റുവേഷൻ ഉണ്ടായി. മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന സാഹചര്യം ശത്രു വെളിപ്പെടുത്തുമ്പോൾ ഭയക്കരുത്, എത്തിക്കാം എന്ന് പറഞ്ഞവനൊപ്പം ഉണ്ട്.
ഈ ഗദരദേശത്ത് യേശു കർത്താവ് വന്നപ്പോൾ എന്നാ സംഭവിച്ചേ? പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അപ്പോ ഈ സ്ഥലത്ത് യേശു കർത്താവ് വേറെ ഒരു മിനിസ്ട്രിയും ചെയ്തതായിട്ട് കാണുന്നില്ല. ഈ കടല് കടന്ന് യേശു ഗദരദേശത്ത് പോയത് ഈ ഒരൊറ്റ ചെറുപ്പക്കാരനെ വിടുവിക്കാനാണ്. ഒരു യഹൂദന് പോകാൻ പാടില്ലാത്ത ശമരിയ പട്ടണത്തിൽ യേശു കർത്താവ് പോയത് ഒരു ശമരിയക്കാരി സ്ത്രീയെ വിടുവിക്കാനാണ്. ഇത്രയും സഫർ ചെയ്ത്, ഇത്രയും ത്യാഗം സഹിച്ച് യേശു അവിടെ ചെന്നിട്ട് പ്രസംഗമൊന്നും നടത്തിയില്ലെന്ന്. അവിടെ ചെന്നിട്ട് 10,000-ങ്ങളോടൊന്നും സംസാരിച്ചില്ല. ഈ ഒരൊറ്റ ചെറുപ്പക്കാരനെ വിടുവിച്ച് കർത്താവ് തിരിച്ചു പോവായിരുന്നു. അങ്ങനെങ്കിൽ ഓർക്കുക, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും എൻ്റെ യേശുവിന് വിലപ്പെട്ടവരാണ്, വിലപ്പെട്ടവർ. ഒരു വലിയ ക്രൗഡ് കണ്ടിട്ട് ഇറങ്ങി വരുന്നവനല്ല ദൈവം. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്. ഇനി ശ്രദ്ധിച്ചേ, വാസ്തവത്തിൽ യേശു കർത്താവാണ് ഈ ചെറുപ്പക്കാരനെ കാണാൻ ഗദരദേശത്ത് പോയത്. പക്ഷെ ബൈബിൾ എന്നാ പറയുന്നേ? ഭൂതഗ്രസ്തൻ യേശുവിനെ എതിരേറ്റെന്നല്ലേ? എന്ന് പറഞ്ഞാ കാണാൻ പോയവനല്ല ആദ്യം കണ്ടത്, കാത്തിരുന്നവനാണ്. നിങ്ങളുടെ വീട്ടിൽ ഉച്ചയ്ക്ക് 2 മണിക്കൊരു ഗസ്റ്റ് വരും, ഒരു വിരുന്നുകാരൻ വരും, ഒരു കൂട്ടുകാരൻ വരും, ഒരു അതിഥി വരും എന്ന് നിങ്ങൾക്ക് ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ കാത്തിരിക്കും. ആ വ്യക്തി നിങ്ങളെ കാണുന്നതിന് മുൻപ് സിറ്റ് ഔട്ടിൽ നിന്നോ ഗേറ്റിന്റെ അവിടെ നിന്നോ ആ മനുഷ്യന്റെ വാഹനം വരുന്നത് നിങ്ങളായിരിക്കും ആദ്യം കാണുന്നത്. യേശുവാണ് ഭൂതഗ്രസ്തനെ വിടുവിക്കാൻ പോയത്. പക്ഷെ ഭൂതഗ്രസ്തനാണ് യേശുവിനെ വെൽക്കം ചെയ്തത്. അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. ഇവൻ എങ്ങനെ അറിഞ്ഞു യേശു വരുന്നുണ്ടെന്ന്? ഇവൻ എങ്ങനെ അറിഞ്ഞു കർത്താവ് വരുന്നുണ്ടെന്ന്? നിങ്ങൾക്കറിയുമോ? 6000 ഭൂതങ്ങൾ ഇവന്റെ ശരീരത്തിലുണ്ട്. ലഗ്യോൻ, ദുരാത്മാക്കൾ. മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 3:16 പൗലോസ് പറയുന്നു, അത് ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവം വസിക്കുന്ന ഭവനമാണ് നിങ്ങളുടെ ശരീരം. ദൈവം വസിക്കുന്നത് കോവിലുകളിൽ അല്ല. ദൈവം വസിക്കുന്നത് പള്ളികളിൽ അല്ല. ദൈവം വസിക്കുന്നത് കെട്ടിടത്തിനകത്തല്ല. ദൈവം വസിക്കുന്നത് ചില്ലുകൂടിനകത്തല്ല. ദൈവം വസിക്കുന്നത് നിന്റെ ഉള്ളിലാണ്. എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. എന്നാൽ ദൈവം വസിക്കേണ്ട, ദൈവത്തിന്റെ ആത്മാവ് വസിക്കേണ്ട അവന്റെ ശരീരത്തിൽ ഇപ്പോൾ അവകാശം പറഞ്ഞിരിക്കുന്നത് 6000 ഭൂതങ്ങളാണ്. ദുരാത്മാക്കൾക്ക് കയറി വരുവാനുള്ള വാതിൽ അവന്റെ ജീവിതത്തിൽ എവിടെയോ അവൻ തുറന്നതിനാൽ ആ ദുരാത്മാക്കൾ അവനെ അറ്റാക്ക് ചെയ്തു. ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവം എങ്ങനെയാണ് നമ്മുടെ ആത്മാവിലേക്ക് വരുന്നത്? കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും. ഹൃദയത്തിന്റെ ആത്മാവിന്റെ വാതിൽ യേശുവിന് വേണ്ടി നിങ്ങൾ തുറന്നു കൊടുക്കുമ്പോഴാണ് യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. നിങ്ങളുടെ വീടിന്റെ കതക് സന്ധ്യയ്ക്ക് തുറന്നിട്ടിരുന്നാൽ, സന്ധ്യാസമയത്ത് വീടിന്റെ കതക് തുറന്നിട്ടിരുന്നാൽ വണ്ട്, ഈച്ച, കൊതുക്, ആവശ്യമില്ലാത്ത പ്രാണികളെല്ലാം വീട്ടിനകത്തേക്ക് കയറും. കതക് തുറന്നിട്ടാൽ ആമീൻ അതുവഴി വന്ന് ചിലത് കയറും. മനുഷ്യനെ ക്ഷണിച്ചാൽ കയറും, കള്ളൻ ക്ഷണിക്കാതെ കയറും. ദുരാത്മാക്കൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്? യേശുവിനെ വിളിച്ചാലേ അവൻ വരത്തുള്ളൂ, അവനെ ക്ഷണിച്ചാലേ അവൻ വരത്തുള്ളൂ. അവനെ ക്ഷണിക്കാത്തടത്തെങ്ങും അവൻ പോയിട്ടില്ല.
കാനാവിലെ കല്യാണത്തിന് അവനെ ക്ഷണിച്ചു. അവൻ ആ കല്യാണത്തിന് ചെന്നു. അവനെ ക്ഷണിക്കാത്തടുത്ത് അവൻ പോയിട്ടില്ല. അവനിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ പിശാച് അങ്ങനെയല്ല, സാത്താൻ അങ്ങനെയല്ല. അവന് കയറി വരാൻ, ജീവിതത്തിൽ എവിടെങ്കിലും നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പാപത്തിന്റെ വാതിൽ തുറന്നിട്ടിരുന്നാൽ അവൻ അതുവഴി കയറി വരും, നിന്റെ അകത്ത് കയറി വരും. ഇന്ന് പകൽ ശത്രു കയറി വരുന്ന സകല വാതിലുകളെയും സ്വർഗം അടയ്ക്കുന്ന ഒരു പകലായി ഈ പകൽ മാറട്ടെ. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചേ, ഈ ഭൂതഗ്രസ്തൻ യേശുവിനെ എതിരേറ്റു. യേശു ആ ഗദരദേശത്ത് കാല് ചവിട്ടിയതും ദുരാത്മാവ് അത് തിരിച്ചറിഞ്ഞു. ദൈവത്തിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി പെട്ടെന്ന് അനുഭവിക്കും. ഒരു അഭിഷിക്തൻ സ്റ്റേജിലേക്ക് കയറിയാൽ അന്തരീക്ഷം മാറുന്നത് ആ വ്യക്തി പെട്ടെന്ന് തിരിച്ചറിയും. ദൈവാത്മാവുള്ളവരത് തിരിച്ചറിയുന്നേ. അതുപോലെ തന്നെ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ, കർത്താവ് ഇറങ്ങി വന്നാൽ അത് ദുരാത്മാക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. ഞാൻ ഇന്ന് പകൽ പറയുന്നു, ഈ ഒരു മീറ്റിംഗ് നിമിത്തം ഈ ദേശത്തിലെ അല്ല കേരളത്തിലെ ദുരാത്മാക്കൾ അസ്വസ്ഥരാണ്. യെസ്, നീ കരമടിക്കുന്നത് കൊണ്ട് അവർ അസ്വസ്ഥരാണ്. നീ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നത് കൊണ്ട് അവർ അസ്വസ്ഥരാണ്. അതാ ദൈവത്തെ സ്തുതിക്കണമെന്ന് പറയുന്നേ. ഇയ്യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, സാത്താന്യ ശക്തികൾ ഊടാടി നടക്കുവാൻ എഴുന്നേറ്റ് വരുന്നു, എങ്കിലും അവന്റെ തൃപ്പാദ പീഠത്തിൽ ഇരിക്കുന്ന അവന്റെ വിശുദ്ധന്മാർ കൈകളെ കൊട്ടി അവനെ വിരട്ടി ഓടിക്കുന്നു. കമോൺ, യെസ്, ആ കരത്തിൽ തീ പിടിക്കട്ടെ. 6000 ഭൂതങ്ങൾ യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അവനോടി യേശുവിന്റെ അടുക്കൽ വന്നു. ശ്രദ്ധിച്ചോണം, വന്നിട്ടങ്ങ് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, അയ്യോ അയ്യോ, സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കരുതേ. എന്താ അവൻ പറഞ്ഞെന്നറിയാവോ? ഒരൊറ്റ ദൂതൻ ഇറങ്ങി വന്ന് ലൂസിഫറിനെയും അവന്റെ സൈന്യത്തെയും ചെങ്ങലയ്ക്കകത്തിട്ട് തീക്കാത്തോട്ട് വലിച്ചെറിയുന്ന ഒരു ദിവസം വരുന്നുണ്ടെന്ന് അവൻ അറിയാം. അതാ അവൻ പറഞ്ഞേ, സമയത്തിനു മുൻപേ എന്നെ ദണ്ഡിപ്പിക്കരുതേ. ഇന്ന് പകലോർത്തോ, 6000 ഭൂതങ്ങൾ ഒന്നിച്ചു വന്നാലും ഏകനാമമായ യേശുവിന്റെ നാമത്തിന്റെ മുന്നിൽ അതിന് നിൽക്കാൻ കഴിയത്തില്ല. സാത്താൻ, ദുരാത്മാവ് ചില മാസങ്ങൾക്ക് മുമ്പ് യേശുവിനോട് പറഞ്ഞു, യേശു 40 രാവും 40 പകലും ഉപവസിക്കാൻ മലയിൽ മരുഭൂമി പോയി. അന്ന് ഈ ദുരാത്മാവ്, ഈ സാത്താൻ യേശുവിനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് വണങ്ങിയാൽ, നീ എന്നെ ഒന്ന് നമസ്കരിച്ച ഈ കാണുന്ന എല്ലാം ഞാൻ നിനക്ക് തരാം. കർത്താവ് പറഞ്ഞു, നിന്നെ വണങ്ങും എന്നല്ല ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നേ, എല്ലാ മുട്ടും എന്റെ മുമ്പിൽ മടങ്ങുമെന്ന.
നിന്റെ ദൈവമായ യഹോവയല്ലാതെ മറ്റാരെയും നമസ്കരിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നല്ലോ. Are you ready? Are you ready? കേട്ടോ, പിശാചിന്റെ മുമ്പിൽ പിശാച് പറഞ്ഞപ്പം, സാത്താൻ പ്രലോഭിപ്പിച്ചപ്പം, ടെംപ്റ്റേറ്റ് ചെയ്തപ്പം, സാത്താന്റെ മുമ്പിൽ മുട്ടുമടക്കാത്തവന്റെ മുൻപിൽ സാത്താൻ മുട്ടുകുത്തി. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, എന്തെല്ലാം നിന്ന വന്നാലും, എന്തെല്ലാം കഷ്ടത വന്നാലും, ഈ വചനത്തിന് വേണ്ടി നിൽക്കുന്നവനെ പിശാച് പേടിക്കുന്നു, പിശാച് ഭയക്കുന്നു. ഇന്ന് പകൽ നിന്നെ സാത്താൻ ഭയക്കുന്നു. ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, അവന്റെ ലൈഫിനെ ദുരാത്മാവ് സ്വാധീനിച്ചാൽ അവന്റെ ജീവിതം എന്താകുമെന്നും, അതേ വ്യക്തിയെ യേശു വിടുവിച്ചാൽ, അതേ വ്യക്തിയിൽ യേശു വന്നാൽ അവന്റെ ജീവിതം എന്താകുമെന്നും തെളിയിക്കാൻ ഈ ഒരൊറ്റ സംഭവം മതി. പറയാൻ പോവാ, ശ്രദ്ധിച്ചു കേട്ടോണം. ഇവന്റെ ശരീരത്തിൽ ഇപ്പോൾ അവകാശം, അധികാരം പറഞ്ഞിരിക്കുന്നത് ദൈവമല്ല, യേശുവല്ല, പരിശുദ്ധാത്മാവല്ല, ദുരാത്മാക്കളാണ്. ദുരാത്മാക്കൾ എന്ന് പറയുന്നത് മനുഷ്യാത്മാവല്ല, മനുഷ്യാത്മാക്കളല്ല. മനുഷ്യന്റെ ആത്മാവിന്റെ മേൽ ദൈവത്തിനാണ് അധികാരമുള്ളത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ആത്മഹത്യ ആയിരിക്കാം, ആക്സിഡന്റ് ആയിരിക്കാം, സ്വാഭാവിക മരണമായിരിക്കാം, എന്തുമാകാം, മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവിന് ഈ ഭൂമിയിൽ അധികാരവും അവകാശവും ഇല്ല. ദൈവത്തിന്റെ ദൂതന്മാർ നന്മ ചെയ്തവനെ ജീവനായും തിന്മ ചെയ്തവനെ ന്യായവിധിക്കായും കൊണ്ടുപോകും. അതാണ് യേശു കർത്താവ് ധനവാന്റെയും ലാസറിന്റെയും ചരിത്രം പറഞ്ഞപ്പോൾ യേശു പഠിപ്പിച്ചത്. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ, അവൻ മരിച്ചപ്പോൾ ലോകസ്നേഹിയായ, നമ്മുടെ ഭാഷ പറഞ്ഞ ദൈവത്തെ അറിയാതെ അടിച്ചു പൊളിച്ച് ജീവിച്ചവൻ, ജീവനുള്ള ദൈവത്തെ അറിയാതെ സത്യത്തിൽ നിൽക്കാതെ ലോക വഴിയിൽ ജീവിച്ചവൻ, അവൻ മരിച്ചു. പാപിയും മരിക്കും, വിശുദ്ധനും മരിക്കും. മരണം ഒരു സത്യമാണ്, മരണം ഒരു യാഥാർത്ഥ്യമാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് ഒത്തവണ്ണം പ്രാപിക്കും. അപ്പൊ ദുരാത്മാക്കൾ എന്ന് പറയുന്നത് മനുഷ്യാത്മാക്കളല്ല കേട്ടോ, അത് സാത്താന്യ ശക്തികളാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യേശു കർത്താവ് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന കണ്ടപ്പം ശിഷ്യന്മാര് ഞെട്ടി, അയ്യോ ഭൂതം 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 എന്ന് പറഞ്ഞു. ഹലോ, കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾക്ക് എന്നെ പോലെ കൈയും കാലും ശരീരമൊന്നും ഇല്ലല്ലോ. ഈ ദുരാത്മാക്കൾ ഇവന്റെ ശരീരത്തിൽ ഇരിക്കുന്നതിനാൽ ഇവന്റെ പാർപ്പ് എവിടെയാണെന്നറിയാവോ? ഇവന്റെ താമസ സ്ഥലം കല്ലറയിലായിരുന്നു. എവിടെയാ? കല്ലറ. അതെന്താ അങ്ങനെ? വലിയ ശല്യമൊന്നും ഇല്ലാത്ത സ്ഥലം അതാ. സ്തോത്രം. അവൻ അവിടെ പോയി ഇരിക്കുകയാണ്. എന്താ അതിന്റെ കാരണം? അതിനൊരു ആത്മീയ മർമ്മമുണ്ട്, അത് പറയാൻ പോവാ. ഈ കല്ലറ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിൽ അവന്റെ ഒടുവിലത്തെ സ്ഥലമാണ്. ഭൗതിക ശരീരം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുൻപേ ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം
അവനോടുകൂടെ രൂപാന്തരപ്പെടുകയും ചെയ്യും. കല്ലറയിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേൽക്കുന്ന നാഴിക വരുന്നു. അപ്പൊ കല്ലറ എന്ന് പറയുന്നത് ഈ പുറംതോടിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ഈ ഭൂമിയിലെ ഏറ്റവും ഒടുവിലത്തെ സ്ഥലം. കർത്താവിൻ്റെ വരവ് വരെ ആത്മാവ് ദൈവം വെച്ച സ്ഥലത്തേക്ക് പോകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, യേശുവിൻ്റെ കൽപ്പന വിശ്വാസ സ്നാനം സ്വീകരിച്ചവർ, വിശുദ്ധിയിലും വേർപാടിലും കർത്താവിനെ ആരാധിക്കുന്നവർ, ഈ ആയുസ്സിൽ വില കൊടുത്ത് കർത്താവിന് വേണ്ടി നിന്നവർ, കറ, വാട്ടം, ചുളുക്കം, മാലിന്യമേൽക്കാതെ തന്നെ താൻ നിഷ്കളങ്കയായി കർത്താവെന്ന മണവാളനായി കാത്തിരുന്ന മണവാട്ടിമാർക്കായി ഒരുക്കിയിരിക്കുന്നതാണ് നിത്യത. ഹലോ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിശാലമായ വാതിൽ നാശത്തിൻ്റെ വാതിലാണ്, ജീവന്റെ വഴിയോ ഇടുക്കവും ഞെരുക്കവുമുള്ളത്, അതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. നിങ്ങൾ ചിന്തിക്കരുത് വലിയ ഒരു കൂട്ടം ആൾക്കാരെ ചേർക്കാനാണ് യേശു വരുന്നതെന്ന്. അല്ല, ഒരു ചുരുക്കത്തെ ചേർക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച്. കൈവിടപ്പെട്ടു പോകരുത്. കൈവിടപ്പെട്ടു പോയാൽ അയ്യോ കഷ്ടം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കല്ലറ. ഭാര്യയ്ക്ക്, ഭർത്താവിന്, പാസ്റ്ററിന്, അച്ഛന്, പുരോഹിതന്, തിരുമേനിക്ക്, എല്ലാവർക്കും കല്ലറ വരെ വരാനൊക്കത്തുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് നിനക്ക് ബന്ധമുള്ളത് നീ സേവിക്കുന്ന ദൈവത്തോടാണ്. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതിന് എത്ര സ്നേഹമുള്ള വ്യക്തിയാണെങ്കിലും, എത്ര കരുതലുള്ള ആളാണെങ്കിലും, എന്നാ കേട്ടോ, ദുരാത്മാവ് ഇവനെ സ്വാധീനിച്ചതിനാൽ, ഇവന്റെ ശരീരത്തെ ദുരാത്മാവ് ബന്ധിച്ചതിനാൽ, ആ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ, ആ ഫൈനൽ പ്ലേസിൽ എന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിൽ നിൽക്കേണ്ടവൻ, ഓടി നിൽക്കേണ്ടവൻ, അപ്പനും അമ്മയ്ക്കും നല്ലൊരു മകനായിരിക്കേണ്ടവൻ, ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായിരിക്കേണ്ടവൻ, മക്കളുണ്ടെങ്കിൽ നല്ലൊരു അപ്പനായിരിക്കേണ്ടവൻ, സമൂഹത്തിൽ നന്മ ചെയ്യേണ്ടവൻ, ഒന്നും ചെയ്യാൻ പറ്റാതെ ഏറ്റവും ഒടുവിലത്തെ ഫൈനൽ പ്ലേസിൽ അവനെ സാത്താൻ കൊണ്ടുവന്നിരുത്തി ഒതുക്കിക്കളഞ്ഞു. ഒരു വ്യക്തിയെ പിശാച് സ്വാധീനിച്ചാൽ നിന്നെ അവൻ ഫൈനൽ പോയിന്റിൽ കൊണ്ടുവരും. നിന്റെ കുടുംബജീവിതത്തെ അവൻ തകർക്കും, നിന്റെ ബിസിനസ്സിനെ അവൻ പൂട്ടിക്കും, ശത്രു സകലതും കവർന്നെടുക്കും. അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും സാത്താൻ വരുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, പിശാച് ഒടുക്കമെത്തിച്ചതിനെ, ഫിനിഷിംഗിൽ കൊണ്ടുവന്നതിനെ യേശു തൊട്ടാൽ, ഒന്നുകൂടെ പറയാൻ പോവാ, കല്ലറ, കൈയൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. കല്ലറ ഫിനിഷിംഗ് പോയിന്റ് ആണ്. സാത്താൻ അവനെ അവിടെ എത്തിച്ചു. എന്നാൽ പിശാച് ഫിനിഷിംഗിൽ എത്തിച്ചതിനെ യേശു കണ്ടാൽ, യേശു തൊട്ടാൽ, അവൻ യേശുവിനെ അറിഞ്ഞാൽ, എന്റെ കർത്താവ് അവനെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരും. ഒറ്റ വാക്കി പറയാം, തീർന്നെന്ന് പറഞ്ഞെടുത്ത് എന്റെ ദൈവം തുടങ്ങിയിരിക്കും. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. രണ്ട്, അവനോട് തന്നെ ദേഷ്യമായിരുന്നു. അവൻ കല്ലെടുത്ത് അവനെ തന്നെ ചതയ്ക്കുമായിരുന്നു, അവനെ തന്നെ ഉപദ്രവിക്കുമായിരുന്നു, അവൻ തന്നെ താൻ നിലവിളിക്കുമായിരുന്നു, അവനെ തന്നെ അവൻ ശപിക്കുമായിരുന്നു. അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ അവൻ തന്നെ അടിച്ച് ചതക്കുക കല്ലെടുത്ത് വെച്ച്. എന്ന് വെച്ചാൽ അവനെ തന്നെ, അവന്റെ അവയവങ്ങളെ അവൻ തന്നെ ഇല്ലാതാക്കുക. പക്ഷെ ഇതവനാണോ? അവന്റെ അകത്ത് കുടിയിരിക്കുന്ന ദുരാത്മാക്കളല്ലേ? ഇത് തന്നെയല്ലേ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ സംഭവിക്കുന്നേ? മദ്യം കൊടുത്തും, പുകവലിക്ക് അടിമകളാക്കിയും, കഞ്ചാവിന് അടിമയാക്കിയും, പാപങ്ങൾക്ക് അടിമയാക്കിയും, മദ്യപാനത്തിനും പുകവലിക്കും അടിമയാക്കി എത്രയോ ചെറുപ്പക്കാരെ, എത്രയോ വ്യക്തികളെ
അവരുടെ ആന്തരിക അവയവങ്ങളെ, അവരുടെ കരളിനെ, അവരുടെ വൃക്കയെ, അവരുടെ ശ്വാസകോശത്തെ, എത്രയോ വ്യക്തികളെ പിശാച് അവരുടെ അവയവങ്ങളെ നശിപ്പിക്കുന്നു. എന്നാൽ ആ നിലയിൽ തകർന്ന വ്യക്തിയെയും, ആ നിലയിൽ പരാജയപ്പെട്ട വ്യക്തിയെയും എൻ്റെ യേശുവിന് വിടുവിപ്പാൻ കഴിയും. എത്ര വലിയ മദ്യപാനിയെയും കർത്താവിന് രക്ഷിക്കാൻ കഴിയും. എത്ര വലിയ മദ്യപാനിയെയും അവന് വിടുവിപ്പാൻ കഴിയും. ശ്രദ്ധിക്കുക, യേശു കർത്താവ് അവന്റെ ദുരാത്മാക്കളോട് അവനെ വിടുവാൻ പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടെ, ബൈബിൾ പറയുന്നു അവന് സുബോധം വന്നു. സുബോധം വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രീക്ക് പരിഭാഷ അവൻ റിപ്പന്റഡ് ആയെന്ന, അവൻ മാനസാന്തരപ്പെട്ടു. പിശാച് ചിലതിന്റെ മൈൻഡുകളെ ബന്ധിച്ച്, സത്യമറിയാതെ ബന്ധിച്ച് ജീവിതത്തെ നശിപ്പിച്ചൊതുക്കി ജീവിതത്തിന് ഒരു അർത്ഥവുമില്ലാത്ത നിലയിൽ കൊണ്ടുപോകുന്നെങ്കിൽ, ആ നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തെ അർത്ഥമുള്ളതാക്കി എൻ്റെ യേശു മാറ്റിയിരിക്കും. ഇവൻ കർത്താവിനോട് ചോദിക്കുക, ഗുരു, എനിക്ക് സുബോധം വന്നു, ഞാൻ വസ്ത്രം ധരിച്ചു, ഞാനിപ്പോ പഴയ ആളല്ല, എൻ്റെ ഭൂതങ്ങൾ വിട്ടുമാറി. കർത്താവേ, നീയല്ലേ എന്നെ വിടുവിച്ചത്, നീയല്ലേ എന്നെ രക്ഷിച്ചത്, ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ, ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ. നിങ്ങൾ പറഞ്ഞേ, നല്ല ചോദ്യമാണോ ചോദിച്ചേ? പറ. യേശുവേ, പലരും സൗഖ്യമായി തിരിഞ്ഞു നോക്കാതെ പോയപ്പം ഇവൻ കർത്താവിനോട് പറയാം, ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ. അവൻ യെസ് ഫോളോ മീ എന്ന് കേൾക്കാൻ ആഗ്രഹിച്ചെടുത്ത് യേശു പറഞ്ഞെന്നറിയോ? നോ, നെവർ. നീ എൻ്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞു. ഓർക്കുക, ദൈവത്തിൽ നിന്ന് നമ്മൾ യെസ് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നിടത്ത് ദൈവം ചില നോ പറയുന്നെങ്കിൽ അതിനകത്തുനിന്നൊരു ആത്മീയ മർമ്മം പറയാം. ദൈവം ചില ജനലുകൾ നിങ്ങളുടെ മുമ്പിൽ അടയ്ക്കുന്നെങ്കിൽ ഓർത്തോ, ചില വാതിലുകൾ തുറക്കാൻ വേണ്ടിയാണ്. നീ നിന്നെ തന്നെ നിന്റെ ദേശത്തെല്ലാം പോയി സാക്ഷിയായിക്കൊള്ളാൻ പറഞ്ഞു. ബൈബിൾ പറയുന്നു, അവൻ ദെക്കേപ്പൊലി നാട് മുഴുവൻ നടന്ന് യേശുവിനെ കുറിച്ച് സുവിശേഷീകരിച്ചു. കേട്ടോ, അവൻ ദെക്കേപ്പൊലി ഒരു പട്ടണം മുഴുവൻ അവൻ ഉണർവ് കൊണ്ടുവന്നു. ആ ഒറ്റ ചെറുപ്പക്കാരൻ നിമിത്തം ഒരു പട്ടണം മുഴുവൻ വിടുവിക്കപ്പെട്ടു. ശ്രദ്ധിച്ചു കേട്ടോണം, അവനൊരു പവർഫുൾ ഇവാഞ്ചലിസ്റ്റായി, ശുശ്രൂഷകനായി. ലോകം മുഴുവൻ നിന്നിൽ ഭ്രാന്തനെ കാണുമ്പോൾ, ലോകം മുഴുവൻ അവനിൽ പരാജിതനെ കണ്ടപ്പോൾ, ലോകം മുഴുവൻ അവനിൽ തകർന്നവനെ കണ്ടപ്പോൾ, ലോകം മുഴുവൻ അവനിൽ ഭൂതഗ്രസ്തനെ കണ്ടപ്പോൾ, യേശു അവനിൽ കണ്ടത് ഒരു സുവിശേഷകനെയാണ്. യേശു അവനിൽ കണ്ടത് ഒരു സുവിശേഷകനെയാണ്. ഇന്ന് പകൽ നിന്റെ അപ്പൻ നിന്നിൽ കണ്ടിട്ടില്ലാത്തത്, നിന്റെ അമ്മ നിന്നിൽ കണ്ടിട്ടില്ലാത്തത്, നിന്റെ സഹോദരങ്ങൾ നിന്നിൽ കണ്ടിട്ടില്ലാത്തത് യേശു നിന്നിൽ കണ്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് വായ്കൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം.